മഹാനായ ബാബയുടെ ജ്ഞാനമുരളി കേൾക്കാം. बावरे मीठे बच्चे, जब तक जीना है बाप को याद करना है. याद से ही आयु बढ़ेगी, पढ़ाई का तंद ही है याद. ബാവരെ മധുരമായ കുട്ടികളെ, എത്ര കാലം നിങ്ങൾ ഈ സംഗമയുഗത്തിൽ ഈ ബ്രാഹ്മണ ജന്മത്തിൽ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ഈ പഠിത്തം പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇത് അത്ര ശ്രേഷ്ഠമായ പഠിത്തമാണ്. ഉയർന്ന പദവി നേടാൻ വേണ്ടിയുള്ള പഠിത്തമാണ്. അനേക ജന്മങ്ങളിലേക്ക് സമ്പത്ത് നേടാനുള്ള പഠിപ്പാണ്. ഇത് പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ പഠിത്തം എത്ര കാലം പഠിക്കുന്നു അത്രയും ആത്മാവ് ഉത്തമനായിക്കൊണ്ടേയിരിക്കും. അതുപോലെ ബാബയെ ഓർമ്മിക്കുന്നതിനനുസരിച്ച് ആത്മാവ് പാവനമാകും. അപ്പോഴും ബാബ പറയാ ആയുസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സത്യയുഗത്തിലൊക്കെ ആയുസ് ശരാശരി 150 വർഷമായിരിക്കും. അപ്പോൾ ബാബ പറയാ ഈ പഠിത്തത്തിൻ്റെ സാരം തന്നെ ബാബയെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. മുക്തി നേടണം, ജീവൻ മുക്തി നേടണം, ഇതൊക്കെ ശിക്ഷകൾ അനുഭവിക്കാതെ നേടണമെങ്കിൽ ബാബയെ ഓർമ്മിക്കണം. അതുകൊണ്ട് ഈ പഠിത്തത്തിൻ്റെ സാരവും ശരിക്കും ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. ചോദ്യം, തും ബച്ചോं का അതീന്ദ്രിയ സുഖ ഗായ ഹുവാ ഹെ ക്യോ? ബാബ പറയാ നിങ്ങൾ കുട്ടികളുടെ ഇപ്പോൾ ലഭിക്കുന്ന അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ഭക്തിയിൽ മഹിമകൾ പാടാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക. ഉത്തരം, ക്യോंकि तुम सदा ही बाबा की याद में खुशियां मनाते हो. अभी तुम्हारा सदा ही क्रिसमस है. तुम्हें भगवान पढ़ाते हैं, इससे बड़ी खुशी क्या होगी? एक रोज की खुशी है, इसलिए तुम्हारा ही അതീന്ദ്രിയ സുഖ ഗായ हुआ है. ബാബറെ നിങ്ങളിവിടെ സന്തോഷത്തിൻ്റെ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രിസ്മസ് ദിനമാണല്ലോ. ഇപ്പോൾ ബാബ പറയാം നിങ്ങൾക്കാണെങ്കിൽ എന്നും ക്രിസ്മസ് ആണ്, എന്നും ആഘോഷമാണ്. കാരണം ഇവിടെ ബാബ സ്വയം ഭഗവാൻ തന്നെ നിങ്ങളെ വന്ന് എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും മുടക്കുന്നില്ല. അത്ര ഉത്തമനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ എന്നും സന്തോഷത്തിൻ്റെ ദിനമാണ്. അപ്പോൾ നിങ്ങൾ അതീന്ദ്രിയ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം സദാ അതീന്ദ്രിയ സുഖം അനുഭവിക്കുകയാണ്. ബാബയുടെ ഈ ജ്ഞാനം സ്മരിച്ചും ബാബയെ ഓർമ്മിച്ചും ആത്മസ്മൃതിയിലേക്ക് ഇരുന്നും സദാ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബറെ നിങ്ങളിപ്പോൾ ഈ സംഗമയുഗത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അതീന്ദ്രിയ സുഖം, ഇതിനെക്കുറിച്ചാണ് ഭക്തിയിൽ മഹിമ പാടിയിട്ടുള്ളത്. ഇന്നത്തെ ഗീതമാണ് നയൻഹീൻ കോ രാഹ് ദിക്കാവോ പ്രഭു. ഭക്തിയിലെ ഗീതമാണ് കണ്ണില്ലാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കൂ പ്രഭു എന്ന ഗീതമായിരുന്നു. കാരണം ലോകത്തിൽ മനുഷ്യരെല്ലാവരും തന്നെ ജ്ഞാനത്തിൻ്റെ നേത്രമില്ലാതെ അജ്ഞാന അന്ധകാരത്തിലാണ്. അപ്പം അതുകൊണ്ട് ഭക്തിയിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കണ്ണില്ലാത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കണ്ണ് നൽകൂ. അപ്പം ജ്ഞാനത്തിൻ്റെ കണ്ണ് നൽകാൻ വിളിക്കുകയാണ്. ഓം ശാന്തി. ജ്ഞാൻ കാ തീസര നേത്ര ദേനേവാല റുഹാനി നമസ്തേ. ഇന്ന് ധാരണ ചെയ്യേണ്ട മുഖ്യമായ പോയിന്റ്സ് നോക്കാം. ബാബറെ ഫസ്റ്റ് പോയിന്റ്, ബാബ് को फॉलो कर बाबा का समान सर्विसेबल बनना है. अपने को आपे ही परखना है कि मैं ऊंच से ऊंच इम्तिहान पास करके ऊंच पद पाने लायक हूँ. അപ്പോൾ ബാബറെ എങ്ങനെയാ ബാബ വന്നിട്ട് ഈ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ രഥത്തിൽ പ്രവേശിച്ച് നമുക്ക് ദിവസവും മുരളി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ശക്തി നിറച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം പോലും മിസ്സാക്കുന്നില്ല. അപ്പോൾ ബാബറെ ഞാൻ തന്നെ വന്നിരിക്കുന്ന കുട്ടികളുടെ സേവനം ചെയ്യാൻ വേണ്ടിയാണ്, എല്ലാവരും തോണി അക്കരെ എത്തിക്കാൻ വേണ്ടിയാണ്, മുക്തി ജീവൻ മുക്തി നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ കുട്ടികളും നോക്കണം, പഠിക്കുന്നൊക്കെ ഉണ്ട്, ഒപ്പം സേവനവും ചെയ്യുന്നുണ്ടോ, അച്ഛനെ ഫോളോ ചെയ്യാൻ പറയാം. പിന്നെ നമ്മൾ നോക്കണം, നമ്മൾ പഠിത്തമൊക്കെ പഠിക്കുന്നുണ്ട്, പഠിച്ചിപ്പോൾ എത്രത്തോളം യോഗ്യരായി മാറി, ഉയർന്നതിൽ വെച്ച് ഉയർന്ന പരീക്ഷയൊക്കെ പാസ്സാകാൻ വേണ്ടി ഉയർന്ന പദവി നേടാൻ നമ്മൾ യോഗ്യരായി കഴിഞ്ഞോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. അല്ല, നമ്മുടെ ലക്ഷ്യം ലക്ഷ്മി നാരായണനായി തീരുക എന്നുള്ളതാണ്. അപ്പം അത്ര വലിയ പരീക്ഷയാണ്, പഠിത്തം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ പഠിത്തം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകലെന്ന് പറയാം. നിങ്ങൾ പഠിക്കുന്നത് രാജാവാകാൻ വേണ്ടിയുള്ള രാജയോഗം. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം, നമ്മളുടെ ബുദ്ധി എത്രത്തോളം ഉത്തമമായോ ഇല്ല കനിഷ്ഠ അവസ്ഥയിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറയാം.
രണ്ടാമത്തെ പോയിന്റ്, बाबा के डायरेक्शन पर चलकर महावीर बनना है. जैसे बाबा आत्माओं को देखते हैं, आत्माओं को पढ़ाते हैं, ऐसे आत्मा भाई भाई को देखकर बात करनी है. ബാബറെ നിങ്ങളിവിടെ മഹാവീരനായി മാറണം. മഹാവീരൻ എന്ന് വെച്ചാൽ ആരാണോ ബാബയുടെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് നടക്കുന്നത്, ബാബ മുരളിയിൽ പറയുന്ന നിർദ്ദേശം അനുസരിക്കുന്ന അവരാണ് മഹാവീരന്മാർ. അപ്പോൾ ബാബയുടെ ഒരു നിർദ്ദേശമാണ് കുട്ടികളെ, നിങ്ങൾ സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയപ്പെടുത്തൂ. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഈ ഭൃഗടിയാന്ന സിംഹാസനത്തിലിരിക്കുന്ന ആത്മാവിനെ കണ്ടുകൊണ്ട് സംസാരിക്കൂ. അവർക്കും ആത്മജ്ഞാനം, പരമാത്മജ്ഞാനം നൽകൂ. ബാബ ഈ നിർദ്ദേശം നൽകുന്നുണ്ട്, ഈ നിർദ്ദേശം ഫോളോ ചെയ്യണം. അവരാണ് മഹാവീരന്മാർ. വരദാനം, തൻ की तंदुरुस्ती, मन की खुशी और धन की समृद्धि द्वारा श्रेष्ठ भाग्यवान भव. ബാബ നൽകുന്ന വരദാനമാണ്. ഇങ്ങനെ സത്യയുഗത്തിൽ നമുക്ക് എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നു, അതുപോലെ ഇപ്പോൾ അത് നേടേണ്ട സമയം ഇപ്പോഴാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം, പിന്നെ മനസ്സിൻ്റെ സന്തോഷം ഉണ്ടാകണം, പിന്നെ സർവ്വസമ്പത്തും ലഭിക്കണം, ധനത്തിൻ്റെ സമൃദ്ധി, ഇവയെല്ലാം നേടുന്ന ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. बाबरे संगम युग पर सदा सौ में स्थिति रहने से तन का कर्म भोग सूली से कांडा हो जाता है. तन का योग में परिवर्तन कर देते हो, इसलिए सदा स्वस्थ हो. ബാബറെ സംഗമയുഗത്തിൽ ഇപ്പോൾ ബാബ നമുക്ക് ആത്മജ്ഞാനം നൽകി. അപ്പം നമ്മൾ സ്വസ്ഥിതിയിലിരിക്കുക, ശാന്തമായിട്ടിരിക്കുകയാണ്, സ്വധർമ്മമായ ശാന്തിയിലിരിക്കുന്നു, പിന്നെ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, അതീന്ദ്രിയ സുഖത്തിലൊക്കെ ഇരിക്കുകയാണ്. കാരണം നമുക്ക് ജ്ഞാനം ലഭിച്ചു. അപ്പോൾ ബാബറെ സംഗമയുഗത്തിൽ ആരാണോ അങ്ങനെ സ്വസ്ഥിതിയിലിരിക്കുന്നത് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, ശരീരത്തിൻ്റെ അസുഖങ്ങൾ, രോഗങ്ങളൊക്കെ, കർമ്മഭോഗമൊക്കെ വരാം. വലിയ സൂചി പോലെ വരുന്നതായിരിക്കാം, പക്ഷെ അത് വെറും ചെറിയൊരു മുള്ളു പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം ആത്മബോധത്തിൽ ഇരിക്കുമ്പം ബാബയുടെ ജ്ഞാനം സ്മരിച്ച് ബാബയുടെ ഓർമ്മയിലൊക്കെ ഇരുന്ന് സുഖത്തിലിരിക്കുമ്പോൾ ഈ വലിയ പ്രശ്നമോ ശരീരത്തിൻ്റെ ദുഃഖമൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല. കാരണം അത്ര മനസ്സ് സന്തോഷത്തിലാണ്. മനസ്സിലെ സന്തോഷം കുറഞ്ഞിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും ആത്മാവ് ഫീൽ ചെയ്യത്തുള്ളൂ. ആത്മാവ് ആത്മബോധത്തിൽ ഇരിക്കുകയാണ്, ഗുണങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിലോ അസുഖം ഉണ്ടെങ്കിലോ ഒക്കെ ഒന്നും വലിയ ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് ബാബരെ നിങ്ങൾക്ക് വലിയ കർമ്മഭോഗ ശരീരത്തിൻ്റെ രോഗമൊക്കെ വന്നാലും ചെറിയൊരു മുള്ളു പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. ശരീരത്തിൻ്റെ രോഗം പോലും ബാബറയ അതും യോഗത്തിലേക്ക് പരിവർത്തനപ്പെടുമെന്ന് പറയാം. അതുകൊണ്ട് സദാ നിങ്ങൾ ആരോഗ്യവാന്മാരാണ്. അല്ലെ, ബാബയെ ഓർമ്മിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളൊക്കെ ഇല്ലാതാകുകയാണ്, പഞ്ചവികാരങ്ങളും ഇല്ലാതാകുക, ആത്മാവ് സദാ സന്തോഷത്തിരിക്കുക. കാരണം വികാരങ്ങൾ കാരണമാണ് ആയുസ്സും കുറഞ്ഞു പോയത്, ആരോഗ്യമൊക്കെ കുറഞ്ഞു പോയത്. അപ്പോൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും ആരോഗ്യം വർദ്ധിക്കും, ആയുസ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കർമ്മഭോഗം വന്നാൽ പോലും കർമ്മയോഗമായിട്ട് മാറുകയാണ്. मन मनाभवा होने के कारण गुशियां की ज्ञान से सदा संपन्न हो, इसलिए मन की गुशी भी प्राप्त है. അതേമാതിരി തന്നെ അപ്പോൾ ഒന്ന് ശരീരവും ആരോഗ്യമുള്ളതാകുകയാണ്, ആയുസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വികാരങ്ങളൊക്കെ ഇല്ലാതാകുന്നുണ്ട്. പിന്നെ ഒന്ന് ബാബയെ ഓർമ്മിക്കുക, അച്ഛനെ ഓർമ്മിക്കുമ്പോൾ, സർവ്വസംബന്ധവും വെച്ച് ബാബയെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, സന്തോഷത്തിൻ്റെ ഖനി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, സമ്പന്നമാകുകയാണ്. അപ്പം മനസ്സും എപ്പോഴും സന്തോഷത്തിലാണ്, ആരോഗ്യത്തിലാണ് മനസ്സും. और ज्ञान धन सब धनों से श्रेष्ठ है. ज्ञान धन वालों की प्रगति सदा दासी बन जाती है और सर्व संबंध भी एक के साथ है. പിന്നെ ബാബറയ നിങ്ങൾക്ക് ധനവും ലഭിച്ചു കഴിഞ്ഞു, ജ്ഞാനധനം ലഭിച്ചു. എത്രത്തോളം ജ്ഞാനധനമുണ്ടോ അത്രത്തോളം ആ വ്യക്തിയെ ഈ ലോകത്തിൽ ഒന്നിനും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അവർ രാജാവായിരിക്കും, അധികാരിയായിരിക്കും. ജ്ഞാനധനം ഉള്ളിടത്ത് പ്രകൃതിയുടെ ഒരു പരീക്ഷകൾക്കും മായയ്ക്കോ പ്രകൃതിക്കോ ഒന്നിനും തോൽപ്പിക്കാൻ സാധിക്കില്ല. അവരുടെ കീഴിലായിരിക്കും, രചയിതാവിൻ്റെ കീഴിലായിരിക്കും പ്രകൃതിയെല്ലാം, മായയെല്ലാം. അതുകൊണ്ട് പറയാം, പ്രകൃതി പോലും ദാസിയായി മാറും, അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ, ദുഃഖിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ധനമായ ജ്ഞാനധനം ലഭിച്ചു. ഈ ജ്ഞാനധനം ഉള്ളവർക്ക് എന്ത് ഈ ലോകത്തിൽ എല്ലാം പ്രാപ്തമാക്കാൻ സാധിക്കും. പിന്നെയോ ബാബറയ പിന്നെ സംബന്ധവും ലഭിച്ചു.
സർവ്വസംബന്ധവും ഒരേ ഒരു ശിവബാബയുടെ. ഇപ്പം സംബന്ധവും കിട്ടിക്കഴിഞ്ഞു, സർവ്വസംബന്ധവും കിട്ടിക്കഴിഞ്ഞു. ശരി, ഇനി ആരുമായിട്ടാണ് നിങ്ങൾ സമ്പർക്കത്തിൽ വരുന്നത്? സമ്പർക്കത്തിൽ വരുന്നത് ബ്രാഹ്മണരായിട്ടൊക്കെയാണ് അല്ലെ? നമ്മൾ കാണുന്ന എല്ലാവരും ആത്മാഭായി ഭായി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സമ്പർക്കത്തിലുള്ളവർ ഹോളി ഹംസങ്ങളാണ്. മുത്തുകൾ മാത്രം എടുക്കുന്നവരാണ്, പാല് മാത്രം എടുക്കുന്നവരാണ്, ജ്ഞാനരത്നങ്ങളുടെ കളി കളിക്കുന്നവരാണ്. അങ്ങനെ സമ്പർക്കവും നമ്മളുടേത് വളരെ ശ്രേഷ്ഠമായി മാറി. അതുകൊണ്ട് ബാബ പറയാം, നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. ശ്രേഷ്ഠ ഭാഗ്യവാന്റെ വരദാനം നിങ്ങൾക്കിവിടെ സ്വതവേ ബാബയെ ലഭിച്ചപ്പോൾ പ്രാപ്തമായി കഴിഞ്ഞു. അപ്പം അങ്ങനെ ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, സന്തോഷം, പിന്നെ ജ്ഞാനധനത്തിലൂടെ എന്ത് നേടിയെടുക്കാൻ സാധിക്കും? എല്ലാത്തിനും തോൽപ്പിക്കാം. പ്രകൃതിയെ ദാസ്യമാക്കി മാറ്റി ആഗ്രഹിക്കുന്ന പോലെ മാറ്റാൻ സാധിക്കും. പിന്നെയോ സർവ്വസംബന്ധങ്ങളും ലഭിച്ചു കഴിഞ്ഞു, സമ്പർക്കവും ശ്രേഷ്ഠമായി മാറി. അങ്ങനെ ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. സ്ലോഗൻ യാദോർ സേവ ദോനോ കോ ബാലൻസ് ഹി ഡബിൾ ലോക്ക് ഹി. ബാബറെ ഓർമ്മയും സേവയും ഇത് രണ്ടുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മായ വരാതിരിക്കാനുള്ള ഡബിൾ ലോക്ക്. ഒന്ന്, ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ബാബയുള്ളിടത്ത് മായക്ക് വരാൻ സാധിക്കില്ല, ഒന്നിനെ നമ്മളെ ആകർഷിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ വികാരത്തിൻ്റെ ചിന്തകളൊന്നും ഉണ്ടാകില്ല. ബാബയെ ഓർമ്മിക്കുന്നതിനനുസരിച്ച് എപ്പോഴും സ്മരിച്ച് സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കും. അപ്പം പിന്നെ നമ്മുടെ ഉള്ളിൽ ദുർബലമായ ചിന്തകളൊന്നും വരില്ല. ഒപ്പം തന്നെ നമ്മൾ സേവയിൽ ബിസിയാണ്. നമ്മുടെ ഓരോ കർമ്മവും നമ്മൾ സേവയാക്കി മാറ്റിയിരിക്കുകയാണ്. സേവനം അല്ലാതെ ഇത് എൻ്റെ ജോലിയാണെന്ന് നമ്മൾ കണ്ടാൽ ഇതെൻ്റെ കടമയാണ്, ഞാൻ എന്ന ഭാവത്തോടു കൂടിച്ച് നമുക്കൊരു ഭാരമായിട്ട് തോന്നും. അപ്പോഴും നമുക്ക് ദേഷ്യമൊക്കെ ഈർഷ്യമൊക്കെ വരും, അലസതയും മടിയൊക്കെ വരും. പക്ഷെ ഇപ്പം എല്ലാ കർമ്മവും നമ്മൾ നിമിത്ത ഭാവത്തോടു കൂടി ബാബയുടേതായിട്ട് കണ്ടു ചെയ്യുകയാണ്. എല്ലാവരെയും ബാബയുടേതായിട്ട് കാണുകയാണ്. ട്രസ്റ്റി ആയിട്ട് മാറിയിരിക്കുക. അപ്പം എല്ലാം ഒരു സേവയായി മാറി. അപ്പം സേവനമായിട്ട് കാണുമ്പോഴും നമുക്ക് അവിടെ ദുർബലമായ ചിന്തകളൊന്നും വരികയില്ല. അതുകൊണ്ട് ബാബയെ ഓർമ്മിച്ചും പിന്നെ ഇത് സേവനമായിട്ടും കണ്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഡബിൾ ലോക്കാണ്. മായ വരികയില്ല, ദുർബല സങ്കല്പങ്ങൾ വരികയില്ല. അപ്പം ഇന്നത്തെ സമാനമാണ്, ഞാൻ ശ്രേഷ്ഠ ഭാഗ്യവാനാണ്. ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.